24 ഇമ്പാക്ട് കേരളത്തിലെ രാസലഹരി കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള 24 റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര യോഗം വിളിച്ച് മുഖ്യമന്ത്രി. ഈ മാസം 23 രാവിലെ 11:30 യോഗം ചേരുക. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, എക്സൈസ് കമ്മീഷണർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തിയ കേരള യാത്രയിൽ കണ്ടെത്തിയ വിവരങ്ങളാണ് സമഗ്ര റിപ്പോർട്ടായി മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, നമ്മൾ കൈമാറിയ ഈ റിപ്പോർട്ടിൽ വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. പ്രത്യേക യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നു. ഗൗരവ സ്വഭാവത്തിലുള്ള കണ്ടെത്തലുകൾ അതിലുണ്ട് എന്നുള്ളത് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നേരത്തെ അവർ അറിയിച്ചതുമാണ്. ഏത് തരത്തിലുള്ള ഒരു തുടർ നടപടിയാണ് സർക്കാർ ആലോചിക്കുന്നത്? ഈ യോഗം വിളിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു. എന്താണ് സർക്കാരിന്റെ ഇതിലുള്ള തുടർ നീക്കം, അരുൺരാജ്? റിജിത്ത്, 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തിയ കേരള യാത്ര, അത് ലഹരി വിരുദ്ധ കേരള യാത്രയാണ്. ലഹരി കേന്ദ്രങ്ങളെക്കുറിച്ച്, ലഹരി കേന്ദ്രങ്ങളെ തുറന്നു കാട്ടുക എന്ന വിഷയത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ യാത്ര. ആ യാത്രയ്ക്ക് പിന്നാലെ നമ്മൾ സമർപ്പിച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ട് സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. റിപ്പോർട്ട് പരിശോധിച്ച മുഖ്യമന്ത്രി ഈ റിപ്പോർട്ടിന്റെ കണ്ടെത്തലിൽ വലിയ കാമ്പുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ വിവരം, ഈ ലഹരി കേന്ദ്രങ്ങളെക്കുറിച്ച് 24 നൽകിയ വിവരങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്, അതീവ പ്രാധാന്യത്തോടെ ഇത് കാണണം എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജൂൺ 23 11:30 അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയും പോലീസ് മേധാവി, എക്സൈസ് കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉന്നതതല യോഗം ചേരുക. ലഹരി കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ്, ആരൊക്കെയാണ് ഈ ലഹരി കേന്ദ്രങ്ങൾ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നീ കേന്ദ്രങ്ങളെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ടാണ് 24 നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടേതായ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ ഒരു നടപടി ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ ലഹരി കേന്ദ്രങ്ങളെ അമർച്ച ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് പരിശോധിക്കാനാണ് അടിയന്തരമായ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ നടത്തിയ കേരള യാത്ര അത് സമൂഹത്തിന്റെ താനാത്തട്ടിലേക്കും എത്തുന്നു. സർക്കാർ ഈ വിഷയത്തെ അധിക ഗൗരവത്തോടെ കാണുന്നു. ഒരു മാധ്യമ സ്ഥാപനം ഇത് ഏറ്റെടുത്ത് നടത്തിയതിൽ വളരെ അഭിനന്ദനമുണ്ട് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ നമ്മൾ ഓരോ ജില്ലയെക്കുറിച്ച് നൽകിയ വ്യക്തമായ റിപ്പോർട്ട് അതാത് ജില്ലാ പോലീസ് മേധാവിമാർക്കും ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കും കൈമാറാനാണ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ചർച്ച ചെയ്ത് ഇത് എങ്ങനെ അമർച്ച ചെയ്യാം, ഈ ലഹരി കേന്ദ്രങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം എന്നീ കേന്ദ്രങ്ങളിൽ സർക്കാർ പരിശോധന നടത്തുക. എന്തായാലും 5 നിർദ്ദേശങ്ങളടക്കം സർക്കാർ മുന്നോട്ട് വെക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും മുഖ്യമന്ത്രി അതീവ ഗൗരവത്തോടെ, അതീവ പ്രാധാന്യത്തോടെ ഈ റിപ്പോർട്ടിനെ കാണുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളും തുടർ നടപടികളും സർക്കാർ സ്വീകരിക്കുക. അരുൺരാജ്, ഒരു വളരെ ഗൗരവമുള്ളൊരു വിഷയത്തിൽ, ഇങ്ങനെ ഈ നമ്മുടെ സമൂഹത്തിൽ ലഹരി വ്യാപനം അതിരൂക്ഷമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ, നിരന്തരം ഈ കേസുകളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ, ഒരുപാട് പേർ അതിൻ്റെ ഇരയാക്കപ്പെടുന്നതിൻ്റെ സാഹചര്യത്തിൽ, ഒരുപാട് കുടുംബങ്ങളെ അത് തകർക്കുന്നതിൻ്റെ സാഹചര്യത്തിലാണ് നമ്മൾ വലിയൊരു ഉത്തരവാദിത്വവുമായി പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇറങ്ങിയത്. അതിൽ തന്നെ SKN40 14 ജില്ലകളിലൂടെയും സഞ്ചരിച്ച് അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകർ, ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള ആളുകൾ, അതുപോലെ ഈ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ആളുകൾ, ഈ ലഹരിക്ക് അടിമയായ ആളുകളുടെ ബന്ധുക്കൾ, ഇവരിൽ നിന്നൊക്കെ സംസാരിച്ച് അതിൻ്റെ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ വിശദമായി പഠനം നടത്തി. ആ യാത്രയിൽ ഉടനീളം റിസർച്ച് വിഭാഗം ഉണ്ടായിരുന്നു. അവർ ഇവരുമായൊക്കെ സംസാരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അത് വളരെ ഗൗരവത്തോടുകൂടി സർക്കാർ കാണുന്നു. അതിൽ തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്. സർക്കാരിനെ ഈ ഘട്ടത്തിൽ പ്രശംസിക്കുകയും വേണം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഗൗരവമായൊരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവുന്നു. എന്താണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇനി ചെയ്യാൻ ആലോചിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിരുന്നു? വളരെ ഗൗരവത്തോടു കൂടി ഇത് പഠിക്കാൻ പോകുന്നു എന്ന പ്രതികരണം സർക്കാർ തലത്തിൽ നിന്ന് തന്നെ നേരത്തെ വന്നിരുന്നു. അരുൺരാജ്, റിജിത്ത്, ഇതിനെ മുഖ്യമന്ത്രിയും സർക്കാരും കാണുന്നത് ഒരു താഴെത്തട്ടിൽ നിന്ന്, അത് ആ താഴെത്തട്ടിലെ പൾസറിഞ്ഞ് തയ്യാറാക്കിയ റിപ്പോർട്ട് എന്നുള്ളതാണ്. കാരണം 14 ജില്ലകളിലെ എല്ലാ ഗ്രാമങ്ങളിലൂടെയും SKN സഞ്ചരിച്ചതാണ്. ആ സഞ്ചരിച്ച ഘട്ടത്തിലെല്ലാം തന്നെ അതിനോടൊപ്പം നമ്മുടെ റിസർച്ച് വിഭാഗം ഉണ്ടായിരുന്നു, നമ്മുടെ ടീം അടക്കം ഉണ്ടായിരുന്നു. ആ ടീമിന് മുമ്പാകെ, SKN മുമ്പാകെ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ, ഓരോ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, സമൂഹത്തിന്റെ നാനാ തുറയിൽപ്പെട്ടവർ, ഈ സാമൂഹ്യ നേതാക്കൾ അടക്കം തുറന്നു വന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതിനെയെല്ലാം തന്നെ കൃത്യമായി തന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിനെ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചത്.